മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ തിരക്കഥ മോഷ്ടിച്ചതാണെന്ന ആരോപണം തള്ളി അണിയറ പ്രവർത്തകരും സിനിമാ സംഘടനകളും. സമാന വിഷയം കൈകാര്യം ചെയ്യുന്ന 3 തിരക്കഥകൾ ആകസ്മികമായി ഉണ്ടായതാണെന്നാണ് വിശദീകരണം. ആരോപണം ഉന്നയിച്ച നിഷാദ് കോയക്ക് നിയമ നടപടി സ്വീകരിക്കാമെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫെഫ്കയും പ്രതികരിച്ചു. മലയാളി ഫ്രം ഇന്ത്യ സിനിമയുടെ കഥയ്ക്ക് സമാനമായ കഥകൾ പല കാലങ്ങളിലായി പലരും സിനിമയാക്കാൻ ശ്രമിച്ചതാണ് വിവാദങ്ങൾക്ക് കാരണമെന്നാണ് അണിയറ പ്രവർത്തകരും സിനിമാ സംഘടനകളും വിശദീകരിക്കുന്നത്. റിലീസിന്റെ തലേ ദിവസം രാത്രി നിഷാദ് കോയ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് സിനിമയെ തകർക്കുന്നതാണെന്നാണ് ആരോപണം. ഈ സിനിമയുടെ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ നിഷാദ് കോയ ഒരു PDF ഇദ്ദേഹത്തിന് ഷെയർ ചെയ്യുന്നു. നിഷാദ് കോയ അയച്ചു കൊടുത്ത PDF ബിജു ഡൗൺലോഡ് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും ഒരേ കഥ ഒരേ ആശയം ഒന്നിലധികം എഴുത്തുകാർക്ക് ഉണ്ടായിട്ടുള്ള ചരിത്രമുണ്ട്. 2013 സമാനമായ മറ്റൊരു തിരക്കഥ രാജീവ് എന്ന ഒരു നവാഗതനും എഴുതിയിട്ടുണ്ടെന്ന് ബി ഉണ്ണികൃഷ്ണൻ. സിനിമാ സംഘടനയിലുള്ള ഒരാൾ തന്നെ ഒരു സിനിമയെ തകർക്കാൻ ശ്രമിച്ചത് ശരിയായില്ലെന്ന് നിർമ്മാതാവായ ലിസ്റ്റിൻ സ്റ്റീഫൻ. ഇതേ കഥ തന്നെ ഷാരിസ് ഇതിന് മുമ്പ് എന്നോട് പറഞ്ഞതാണ്, 1 വർഷം മുമ്പ് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ അന്ന് ഞാനിത് പ്രൊഡ്യൂസ് ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇത് ഡയറക്ടറായിട്ട് ഡിജോ വന്നു കഴിയുമ്പോഴാണ് ഞാൻ ഈ പടത്തിന് ഓക്കെ ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പിന്നാമ്പുറം കഥകൾ. പക്ഷേ ഇതിപ്പോൾ മനുഷ്യന് പുറത്ത് ഇറക്കി നടക്കാൻ പറ്റിയതല്ലാത്ത വിധത്തിൽ ഡിജോയൊക്കെ ഭയങ്കരമായിട്ട് വിഷമിച്ചു. നമ്മളൊക്കെ എത്രയോ സിനിമകൾ പരാജയപ്പെട്ടിട്ടുണ്ട്, ക്യാഷ് പോയിട്ടുണ്ട്. അതിനൊന്നും നമുക്കൊരു പ്രശ്നം പോലും ഇല്ല. ഇങ്ങനെയാണ് ഒരു സിനിമയെ അപമാനിക്കുന്നത്. അത് സിനിമാ കുടുംബത്തിലുള്ളവർ തന്നെ. സിനിമയ്ക്കെതിരെ ആസൂത്രിതമായ ഡീഗ്രേഡിംഗ് നടക്കുന്നുണ്ട് എന്നും നിർമ്മാതാവ് ആരോപിച്ചു. റിപ്പോർട്ടർ, കൊച്ചി.